ആ ഇരുത്തേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിയോട് അങ്ങോട്ട് തിരിഞ്ഞ്, അതായത് ചുമര് നോക്കിയിരിക്കാൻ പറയണം. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്ലാസ്സിലെ വികൃതി കുട്ടികളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ വികൃതി കുട്ടികളെ ക്ലാസ്സിലൊന്നും പഠിപ്പിക്കാനും സമ്മതിക്കില്ല, അതേസമയം ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനും സമ്മതിക്കില്ല. എക്സ്ട്രാ എനർജിയുമായിട്ട് വരുന്ന ഇത്തരം കുട്ടികൾ ടീച്ചറെ ശരിക്കും കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ക്ലാസ്സിൽ? ഒരുവിധം എല്ലാ ടീച്ചർമാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത്തരം കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് ടീച്ചർമാർ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ വികൃതി കാണിക്കുന്ന കുട്ടികളുടെ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ, അല്ലെ മുന്നിലത്തെ ബെഞ്ചിൽ ടീച്ചറുടെ കൺമുന്നിൽ തന്നെ ഇരുത്തണം. മുന്നിൽ ഇരുത്തിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബോർഡിൽ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ, ഈ വികൃതി കാണിക്കുന്ന കുട്ടികൾ ഇത് എഴുതുന്നുണ്ടോ, അപ്പപ്പോ എഴുതുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം വികൃതി കുട്ടികളെ നിങ്ങൾ ഇരുത്തുമ്പോൾ ഒരുപാട് പാവം പിടിച്ച കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തരുത്. കാരണം ഇവരെപ്പോഴും എന്തെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കുട്ടി ഉപദ്രവിക്കും, മറ്റേ കുട്ടിയാണെങ്കിൽ പാവം പിടിച്ച കുട്ടി ആയതുകൊണ്ട് അതിന് തിരിച്ചൊന്നും ചെയ്യാനും കഴിയില്ല. അതേസമയം നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങോട്ടൊന്ന് കൊടുത്താൽ ഇങ്ങോട്ടും ഒന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയെ വേണം ഈ വികൃതി കുട്ടിയുടെ അടുത്തിരുത്താൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി വഴക്ക് ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ട് എപ്പം കംപ്ലൈന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്ന്. കംപ്ലൈന്റ് പറയാൻ നിങ്ങൾ അനുവദിക്കരുത്. അതിനു പകരം നിങ്ങൾ കുട്ടികളോട് പറയണം, ക്ലാസ്സിനിടയിൽ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ കംപ്ലൈന്റ്സ് ക്ലാസ്സിനിടയിൽ എന്നോട് പറയരുത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയോ നുള്ളുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് അതിൽ ആ കംപ്ലൈന്റ് ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി വെക്കണം. എന്താ പറയേണ്ടത്? ഇംഗ്ലീഷിൽ, അതായത് കംപ്ലൈന്റ് ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി വെക്കണം. എന്നിട്ട് ആ സ്ലിപ്പ്, ആ പേപ്പർ കഷ്ണം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ എനിക്കത് തരണം. സ്റ്റാഫ് റൂമിൽ പോയിരുന്ന് ഞാനത് വായിച്ചോളാം. എന്നിട്ട് എന്താ വേണ്ട വെച്ചാൽ ഞാൻ ചെയ്യാം. കംപ്ലൈന്റ് എഴുതണം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളൊന്നും മടിക്കും. പ്രത്യേകിച്ച് അത് ഇംഗ്ലീഷിലും, അതും ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എന്ന് പറയുമ്പോൾ അവരെന്തായാലും അത്ര ഈസി ആയിട്ടൊന്നും എഴുതില്ല. കുട്ടി വിചാരിക്കും, അതായത് കംപ്ലൈന്റ് എഴുതാൻ പോകുന്ന കുട്ടി വിചാരിക്കും ടീച്ചർ എന്തായാലും അവനെ വഴക്ക് പറയും. അതിനിടയിൽ എന്റെ ഗ്രാമർ മിസ്റ്റേക്ക് എങ്ങാനും കണ്ടുപിടിച്ചാൽ എന്നെയും അവരെ കൂട്ടത്തിൽ വഴക്ക് പറയും. എന്തിനാ വെറുതെ? അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ആ കംപ്ലൈന്റ്സ് പറയുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും. ഇനി ടീച്ചർമാർ ക്ലാസ്സിൽ നോട്ട്ബുക്കോ അതുപോലെ കോപ്പിയോ എന്തെങ്കിലും ചെക്ക് ചെയ്യുമ്പോഴും കുട്ടികൾ ബഹളം വെക്കും. ആ സമയത്ത് നിങ്ങൾ കുട്ടികളോട് പറയാ, ഒരു 10 മിനിറ്റിനുള്ളിൽ 1-2 ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ വേണ്ടി പറയുക. അതിനുശേഷം ക്ലാസ് ലീഡറെ വിളിച്ചിട്ട് ഓരോ കുട്ടിയോടും ആ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാൻ പറയുക. ലീഡർ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരിക്കലും റോൾ നമ്പർ വൈസ് 1 to 30 അങ്ങനെ വിളിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് റോൾ നമ്പർ മാറ്റി വിളിക്കാൻ വേണ്ടി പറയുക. ഈ റോൾ നമ്പർ നമ്മൾ ഓർഡറിൽ വിളിക്കാതിരുന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നുമോ എന്നെ ഇപ്പൊ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്, അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരിക്കണം എന്നൊരു ചിന്ത കുട്ടികളിൽ ഉണ്ടാവും. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും സ്റ്റോറിയോ റൈംസോ ഒക്കെ ഓരോ കുട്ടികളെ വിളിച്ചിട്ട് നറേറ്റ് ചെയ്യാൻ വേണ്ടിയും പറയുക. ഇനി കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാതെ, ടീച്ചർ ശബ്ദം ഉയർത്താതെ കാര്യങ്ങളെല്ലാം സുന്ദരമായി നടന്നു പോകുമെന്നൊന്നും നിങ്ങൾ വിചാരിച്ചേക്കരുത്. അതൊക്കെ ചെറിയ തോതിൽ വേണ്ടി വരും. പക്ഷേ പല ടീച്ചർമാരും കുട്ടികളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗെറ്റ് ലോസ്റ്റ് ഫ്രം മൈ ക്ലാസ്. ഇങ്ങനെ കുട്ടികളെ ക്ലാസ്സിന് പുറത്താക്കിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. കുട്ടികൾക്ക് ക്ലാസ് നഷ്ടപ്പെടും, അവർക്ക് ക്ലാസ്സിന് പുറത്തു നിന്ന് ഇഷ്ടം പോലെ കളിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ടീച്ചർമാർ ഒരിക്കലും കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കരുത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പണിഷ്മെന്റേ അല്ല. അപ്പൊ ഇതിന് പകരം നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ സൈഡിൽ ടീച്ചർക്ക് കാണാൻ പാകത്തിന് ഇരുത്തണം. ആ ഇരുത്തേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടിയോട് അങ്ങോട്ട് തിരിഞ്ഞ്, അതായത് ചുമര് നോക്കിയിരിക്കാൻ പറയണം. അതായത് മറ്റു കുട്ടികൾ ഇരിക്കുന്നത് പോലെ ആ കുരുത്തക്കേട് കളിക്കുന്ന കുട്ടി ടീച്ചറെ ഫേസ് ചെയ്തിരിക്കരുത്. കുട്ടിയുടെ ബാക്ക് സൈഡാണ് ടീച്ചർ കാണേണ്ടത്. അതേസമയം ഈ കുട്ടിക്ക് വേറെ ആരുടെ ഫേസും കാണാൻ കഴിയില്ല. കാരണം കുട്ടി ചുമര് നോക്കിയിട്ടാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ ചുമര് നോക്കി ഇരിക്കാനല്ല നമ്മൾ അവനെ അവിടെ ഇരുത്തിയത്. അതിനു പകരം ടീച്ചർ അവന്റെ ഒരു നോട്ട്ബുക്ക് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുക. എന്തായാലും ആ കുട്ടിയുടെ വികൃതി കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടും. എന്തെങ്കിലും 2 അക്ഷരം ആ സമയത്ത് പഠിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ടീച്ചർമാർ വെറുതെ നമ്മളുടെ എനർജി കളഞ്ഞ് ഷൗട്ട് ചെയ്ത് കുട്ടികളെ പുറത്താക്കി അതുപോലെ അവരെ പിടിച്ചു വിളിച്ച് പ്രിൻസിപ്പലിന്റെ റൂമിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല.
നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആദ്യം ചെയ്തു നോക്കുക. തീരെ പറ്റില്ല എന്ന് കണ്ടാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാം. അപ്പോ ക്ലാസ്സിലെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പുതിയ ടീച്ചർമാർ ഇതാദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. എന്തായാലും കുറച്ചെങ്കിലും വിജയിക്കാതിരിക്കില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.